നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പാണ് ചെയ്യുന്നത്. നമ്മൾ മൂകാംബികയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബത്തേരിയിൽ നിന്ന് പോകുന്ന സമയത്ത് കൊട്ടിയൂർ, നമ്മുടെ പറശ്ശിനിക്കടവ്, അത് കഴിഞ്ഞ് ഉടുപ്പി, മൂകാംബിക അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉടുപ്പിയുടെയും മൂകാംബികയുടെയും കൊട്ടിയൂരിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായ വീഡിയോ, എൻ്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയുള്ള യാത്രകളും യാത്രാ വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടിയൂർ ചുരം, അതായത് നമ്മുടെ പാൽച്ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരത്തിൻ്റെ ഒരു കാര്യം ഇതുകൊണ്ട്, ഇതേപോലെ ചെങ്കുത്തായ കയറ്റാണ്, നല്ല വളവാണ്, അതുപോലെ തന്നെ വീതി കുറവാണ്. താമരശ്ശേരി ചുരം ഒന്നും പോലെയല്ല കൊട്ടിയൂർ ചുരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വരുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ഇനി അടുത്ത മാസം തൊട്ട് വൈശാഖ മഹോത്സവം തുടങ്ങുകയാണ്, നമ്മുടെ കൊട്ടിയൂർ മഹോത്സവം, മഴയുടെ മഹോത്സവം. അപ്പോൾ ഇതിലെ വന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവറെ കൊണ്ടുവരണം. നല്ല ഹൈ റേഞ്ച് ചുരമൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹ്യപർവ്വതത്തിന്റെ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇത് പാലുകാച്ചി മലനിരകളുടെ താഴ്വാരാണ്, അതുകൊണ്ടാണ് ഇതിന് പാൽച്ചുരം എന്ന് പേര് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഏരിയയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് നമ്മൾ കൊട്ടിയൂർ പെപ്പർ എന്ന് പറയുന്ന ഒരു കുരുമുളകിനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ഇതിൽ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് എന്താ സംഭവം വെച്ചാൽ നല്ല വരണ്ട് കിടക്കുമായിരുന്നു, നല്ല വേനൽക്കാലമായിരുന്നു. ഇപ്പൊ കുറച്ച് പുതുമഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പെട്ട് കണ്ടോ, KSRTC ഒക്കെ വരുന്നുണ്ട്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല, അത്രയും കറക്റ്റാണ് റോഡ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിച്ച് വരണം എന്ന് പറയുന്നത്. അപ്പോൾ വയനാട്ടിലുള്ളവർക്കൊക്കെ ഏകദേശം അറിയാം. താഴെ നിന്ന് വരുന്നവർ, വയനാട്ടിന് പുറത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അക്കരെ കൊട്ടിയൂർ, നമ്മൾ വന്ന വഴിയാണിത്. അതിനുശേഷം ഇതാണ് ഇക്കരെ കൊട്ടിയൂർ. മെയ് 23-നാണ് ഇവിടുത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും വൈശാഖ മഹോത്സവത്തിന്റെ ഐതിഹ്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടാൽ മതി. അക്കരെ കൊട്ടിയൂരിലേക്ക് നമുക്ക് ഈ വൈശാഖ മഹോത്സവ സമയത്ത് മാത്രമേ കയറാൻ കഴിയുള്ളൂ. പക്ഷേ ഇക്കരെ കൊട്ടിയൂർ നമുക്ക് എല്ലാ ദിവസവും കാണാൻ കഴിയും, കയറാൻ കഴിയും, തൊഴാൻ കഴിയും. അധിക വാദ്യമേള ഘോഷങ്ങളൊന്നും ഇല്ലാതെ ശിവൻ ശാന്ത സ്വരൂപത്തിലിരിക്കുന്ന ഒരു ഭാവമാണ് നമുക്ക് ഇക്കരെ കൊട്ടിയൂരിൽ കാണാൻ കഴിയുന്നത്. ഗംഭീരമായൊരു ക്ഷേത്രം, ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലല്ല ഈ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുക. ഇതൊരു ഇല്ലമായിരുന്നു. ആ ഇല്ലത്തിന്റെ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ ക്ഷേത്രം കാണാൻ കഴിയുന്നത്, ഈ ക്ഷേത്രം കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലിങ്ക് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ വീഡിയോ മനസ്സിലാവുന്നതാണ്. ഐതിഹ്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പറശ്ശിനിക്കടവിലേക്കാണ് പോകേണ്ടത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പറശ്ശിനിക്കടവ് ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്.